അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പാത്രവും ചെമ്പട്ടിയും ഒടുക്കിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നേരം വെളുക്കുമ്പോൾ നമ്മളെ പുതിയാപ്പിള കാക്കാനെയും കൊണ്ട് ആസ്പത്രിക്ക് പോയതിന് നമ്മൾ പെരിന്തൽമണ്ണയ്ക്കാണ് പോയത് കേട്ടോ. പെരിന്തൽമണ്ണത്തെ ആസ്പത്രിക്കാണ് പോയത്. അപ്പോൾ നമ്മൾ 7 മണിൻ്റെ ട്രെയിനിന് പോയപ്പോൾ മക്കൾക്കൊക്കെ എല്ലാം ചായയും കടിയൊക്കെ ആക്കി വെച്ചിക്കാണ്ട് അവിടെ പോയതാണ്. അപ്പോൾ ഓല് ചായയൊക്കെ കുടിച്ചിക്കാണ്ട് ഒക്കെ ടേബിൾ മേലൊക്കെ വെച്ചിക്കണ്. പിന്നെ നമ്മൾ വന്നപ്പോത്തിന് ഒരു 2:30 മണിയായിക്കണം കേട്ടോ. അപ്പോൾ വന്നപ്പോൾ ഉള്ളതാണ് ഇതൊക്കെ. എന്നിട്ട് പിന്നെ ഞാൻ എന്താട്ടി വന്നേക്ക് തന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ചോറുണ്ടേനി തലേന്നത്തെ, അതൊക്കെ ഒന്ന് ചൂടാക്കി തിന്നുകാണ്ട് ഞാൻ അവിടെയാണ് കടന്ന്. എയിലെങ്കിലൊക്കെ പോയി വന്ന് കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു കുഴക്കാം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താട്ടി മക്കൾ സ്കൂളിട്ട് വന്നപ്പോൾ അസ്സലാമു അലൈക്കും പറഞ്ഞപ്പോഴാണ് നമ്മൾ നീച്ചണത്. അങ്ങോട്ട് നമ്മൾ ട്രെയിനിന് പോയി, ഇങ്ങോട്ട് പോകുന്നത് ബസ്സിനാണ്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. ബസ്സിന് പോകുന്നത് ദൂരവഴിക്ക് പോയി കഴിഞ്ഞ് വന്നാൽ തന്നെ വല്ലാത്തൊരു ഇടങ്ങേറാണ്. പിന്നെ ഞാൻ പാത്രം ഇതൊക്കെ ഞാൻ എന്താട്ടി സിങ്കാണ്ട് വലിച്ചിട്ട് കാണ്ട് ഞാൻ അവിടെ പോയി കടന്നിക്കേനി. പിന്നെ നീച്ചിട്ടാണ് ഇപ്പോൾ ഈ പണിയൊക്കെ എടുക്കുന്നത് കേട്ടോ. നമ്മൾ മക്കളൊക്കെ കടന്ന് ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ ഉണ്ടേനി തട്ടി വിരിച്ചാൻ. അതൊക്കെ പിന്നെ ഞാൻ തട്ടി വിരിച്ച് പിന്നെ അടിച്ചു വരണം, തുടക്കണം, തിരുമ്പാണ്ട് എല്ലാം ഉണ്ട്. തിരുമ്പാ പിന്നെ ഇപ്പം ഇനി നമുക്ക് കുഴപ്പമൊന്നുമില്ല, മെഷീനിക്കാണ് വാരിയിട്ടാൽ പിന്നെ തിരുമ്പലും ഉണങ്ങലും ഒക്കെ അതാണ് കഴിച്ചെന്നോളും. തിരുമ്പലും ഒലുമ്പലും ഉണക്കലും നമ്മളെ മെഷീനാണ് കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് സുഖമാണ്. അപ്പോൾ ഇനി നല്ലതായാലും ചീത്തയായാലും മടിയില്ല എഴുതിക്കാണ്ട് ആ കുഴങ്ങിയ നേരത്തൊക്കെ പാടെ വലിച്ചുകാണ്ട് അയക്കാണ്ടിടും. പിന്നെ ഏതായാലും ഞാൻ ഒക്കെ പുതപ്പ് ഇതൊക്കെ വിരിച്ചേക്കണുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് വൈകുന്നേരത്തിനുള്ള ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കും വേണം. പിന്നെ നമ്മളെ പുതിയാപ്പിളക്കാർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രമേയവും പ്രഷറും കൊളസ്ട്രോളൊക്കെ കൂടിയിരിക്കണ്. അപ്പോൾ അതിന് പോയതേ ഇനി. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാഹ് മരുന്നൊക്കെ കിട്ടിയിരിക്കണ്. അപ്പോൾ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കണേ നമ്മളോട്. അങ്ങനെ പുതപ്പും ഇതൊക്കെ വിരിച്ചിട്ടു. പിന്നെ ഇപ്പോൾ പെരുന്നാളായില്ലേ നാളെ. അപ്പോൾ പെരുന്നാളൊന്നും ഇപ്പോൾ ഒരു സുഖമില്ലാത്തൊരു ഇതായി, ഇമ്മ ഇല്ലാത്തൊരു പെരുന്നാൾ. അങ്ങനെ പിന്നെ നമ്മളെ ഇമ്മര് തന്നെ നമ്മളെ മുന്നിൽ നാളെ ഒരു കുട്ടി മരിച്ചില്ലേ, അതങ്ങനെ ഒരു ഇടങ്ങേറ് അയിട്ടുള്ള മൂത്തക്ക് നോക്കുമ്പോൾ ആ ഒരു ഇടങ്ങേറ്. ഇപ്പം ഒന്ന് കുടിയെന്ന് വിളിച്ചപ്പോൾ പറയണാക്കണം അയലോകത്ത് 2 ചെറുക്കന്മാർ പണിക്കുപോയപ്പോൾ അയിട്ടുള്ള മേത്ത് കൂടെ ഇന്നലെ സിങ്ക് വീണിക്കാണ്ട് വെൻറ്റിലേറ്ററിലാണല്ലോ. അത് കേട്ടപ്പോൾ അതിലേറെയും പൂർത്തിയേട് ഒക്കെപ്പാടൊരു മനസ്സിക്ക് ഒരു സുഖമില്ലാത്തൊരു പെരുന്നാളായി. കൊല്ലത്തെ പെരുന്നാൾ എന്താപ്പോൾ കാട്ടുന്നത്, ഓരോരുത്തർക്കും ഓരോ വിധി പഠിച്ചോ തരുന്നതല്ലേ. നമുക്കും എങ്ങനെയൊക്കെ എന്താണെന്നൊന്നും നമുക്ക് പറയാൻ കൂടിയാടില്ല. നമ്മളത് പഠിച്ചോ ഇങ്ങനത്തെ ഒന്നും അപകടങ്ങളും അങ്ങനത്തെ പെട്ടെന്നില്ല മരണങ്ങളെ കൊണ്ടൊക്കെ പഠിച്ചോ നമ്മളെ കാക്കട്ടെ, അത്രേ പറയാനുള്ളൂ. മനസ്സിക്കൊരു സുഖമില്ലാത്തൊരു എന്തായിപ്പോയത്. പഠിച്ചോൻ കാക്കട്ടെ എല്ലാവരും, ഇങ്ങനത്തെ മരണങ്ങളെ കൊണ്ടൊക്കെ പഠിച്ചോൻ കാക്കട്ടെ. ഏതായാലും ഞാൻ തിരുമ്പാലൊക്കെ ഞാൻ മെഷീനിലാണ് കൊണ്ടുപോയിട്ടിരിക്കണം. ഇനിയിപ്പോൾ നല്ലതായാലും വേണ്ടില്ല എഴുതിക്കാണ്ട്. ചുരിദാറൊക്കെ പിന്നെ ഞാൻ അതിലിട്ടിട്ടില്ല കേട്ടോ, കളർ അളകണതാണ്. അപ്പം ഞാൻ മറ്റീമ കൂടെയൊക്കെ പിടിച്ചില്ല. അപ്പോൾ അത് എഴുതിക്കാണ്ട് അത് മാറ്റി വെച്ചിക്കണം. പിറ്റേന്ന് കല്ലുമ്പോൾ തിരുമ്പായത്. പിന്നെ പാത്രമൊക്കെ ഉരച്ച് അതൊക്കെ ഒന്ന് മോറിയെടുക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ മോറിയെടുത്ത് പിന്നെ ഞാൻ വീതനയൊക്കെ ഒന്ന് തുടച്ചെടുക്കാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ചോറ് ചെയ്യുമ്പണം അതേമാതിരി പിന്നെ അടിച്ചു വരാണ്ട് തുടക്കാണ്ട് അതൊക്കെ ഉണ്ട്. അപ്പം ഇനി അതൊക്കെ അടിച്ചു വരിയിട്ടാണ് കേട്ടോ. അപ്പോൾ പോയപ്പോൾ ഇങ്ങനെ ഇന്ന് ചമ്മലില്ലേനി മക്കളെ, വന്നപ്പോൾ ഉണ്ട് നിറച്ചും കടലാസും ഇതൊക്കെ അങ്ങോട്ട് പിച്ചി പറിച്ചിട്ടിക്കണ്. അപ്പോൾ അത് എന്താ ചോദിച്ചപ്പോൾ മക്കൾ പറയാം ഞങ്ങൾ ചിത്രം വരച്ചിക്കാണ്ട് കത്രി കൊണ്ട് വെട്ടിയതാണ്. നമ്മൾ പെരയിലുണ്ടാകുമ്പോൾ പിന്നെ ഒച്ചയും പൂളി ഇട്ടുകാണ്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ തന്നെയാണ് പൊറുക്കിയിടണ്ടിട്ടോ പറഞ്ഞാൽ അങ്ങനത്തെ പരിപാടിയൊന്നും എടുക്കില്ല. ഇതിപ്പോൾ നമ്മളില്ലല്ലോ കാണാൻ. അപ്പോൾ വന്നപ്പോൾ ഞാൻ കുറേ ചീത്ത പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് കിട്ടണ ഓരോ പണിയാണല്ലോ ഇത്, ഞാനൊരു ബൈക്ക് വന്ന് പോയി എന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറഞ്ഞ്. ഞങ്ങൾ തന്നെ പൊറുക്കിയിടമ്മ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞിപ്പോൾ നിങ്ങൾ പൊറുക്കിയിടായിട്ടാറും ചെയ്ത്. പിന്നെ ഞാനൊരു തുള്ളി ചോറ് കുക്കറിലിടുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കുട്ടികൾക്കും മതി. പിന്നെ നമ്മളെ പുതിയാപ്പിള കാക്കാക്ക് ഇപ്പം ഇന്ന് ചപ്പാത്തി മതിയായിരുന്നിക്കണേ. അപ്പോൾ ചോറൊന്നും വേണ്ട. അപ്പോൾ ഞങ്ങൾ കുറച്ച് നായരി ഞാൻ കുക്കറിലിട്ടു. ഞാൻ അതവിടെ വേകട്ടെ. അപ്പോഴത്തേന് നമുക്ക് അടിച്ചു വരണം. അടിച്ചു വരിയിട്ട് കഴിഞ്ഞാൽ തുടക്കണ്ടേ. അപ്പോൾ അങ്ങനെ തുടക്കണം കേട്ടോ. തുടക്കലൊക്കെ തുടങ്ങിയപ്പോഴത്തേന് വൈകുന്നേരം ആയിക്കണേ. മഗ്‌രിബിന് വാങ്ങി കൊടുത്തേക്കണം കേട്ടോ.
പിന്നെ സനു പള്ളിക്ക് പോയി എന്ന് സലാം പറഞ്ഞു വരികയാണ്. അങ്ങനെ ആകാൻ തുറക്കലും കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ അതിക്കൊരു കൂട്ടാൻ ഉണ്ടാക്കണം. പിന്നെ മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ എന്താ കൂട്ടാൻ ഇതിങ്ങനെ നിന്നപ്പോഴാണ് ചപ്പാത്തിക്ക് എന്താ കൂട്ടാൻ അനുസരണം അപ്പോൾ പറഞ്ഞത് ഇഞ്ചി കുറച്ച് ഉള്ളിയും തക്കാളി ഇട്ട് വാട്ടിക്കളല്ല. അപ്പം എന്താ ഇപ്പോൾ കൂട്ടാൻ ഉണ്ടാക്കണതാണ്. ഉള്ളിമേലും തക്കാളിമേലും ഒന്നും തൊടൂല, അത്രയും വിലയാണ്. പിന്നെ ഇപ്പം ഇല്ലാത്തപ്പോൾ ഒരു കൂട്ടാനും ഇല്ലാത്തപ്പോൾ അതൊക്കെ ഉണ്ടാക്കാമല്ല. അപ്പം എന്താ കാട്ടുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉള്ളിയും തക്കാളിയും വാട്ടൽ തന്നെയാണ് കേട്ടോ. അതായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീനിൻ്റെ ഇറച്ചിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ ഇറച്ചി മീനൊക്കെ ഇപ്പോൾ കുറയ്ക്കുക തന്നെയാണ് നല്ലത്. കാരണം നമ്മളെ പുതിയാപ്പിള കാക്കൊക്കെ കൂട്ടാൻ പറ്റില്ല. ഇറച്ചിയും കോഴിയും ഒക്കെ കുറക്കാൻ പറഞ്ഞാണ് കൊളസ്ട്രോളൊക്കെ കൊണ്ട് കൂടിയിട്ട്. അപ്പോൾ പിന്നെ ഏതായാലും പിന്നെ ഞാൻ വായക്കണ്ടേ നീന്തറായക്ക അതെടുത്ത് കണ്ട് ഉപ്പേരിയും വെക്കാം. രണ്ട് ഉള്ളിയും തക്കാളിയും ഇട്ട് വാട്ടും ചേച്ചായിരുത്. അങ്ങനെ നീന്തറായക്ക തോലൊന്നും കളയണില്ല കേട്ടോ. അതിൻ്റെ 4 ഭാഗം കൊണ്ട് ചെത്തി കളയുക ചേച്ചിയാണ്. അപ്പോൾ നീന്തറായക്ക തോലെത്തി കഴിഞ്ഞാൽ രസമല്ല. അതേമാതിരി നീന്തറായക്കൊക്കെ നല്ല വേഗമാണ്. കുറച്ച് വെള്ളമൊക്കെ പറന്ന് വെക്കണം. അതേമാതിരിയല്ല പൊണ്ണം വായക്ക പെട്ടെന്ന് വേകും. നീന്തറായക്ക കുറച്ച് വേകാനും പണിയാണ്. അങ്ങനെ തോലോർക്ക് കൂടെ വെച്ചെങ്കിലേ രസമുള്ളൂ. അങ്ങനെ ഞാൻ നമ്മളെ ചോറൊക്കെ വെന്തിക്കണം കേട്ടോ. തുടക്കലും അരിയലൊക്കെ കഴിഞ്ഞപ്പോത്തിന് പിന്നെ ഞാനിപ്പോൾ കൊട്ടക്കയിലോണ്ടൊന്നും ഇപ്പം ഞാൻ ഊറ്റിക്കാൻ നേരമല്ല. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഒട്ടപ്പാത്രത്തേക്കാണ് പറഞ്ഞിക്കാൻ കേട്ടോ. കുറച്ചെന്നെ ഉള്ളൂ, കുറച്ച് ചോറേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ അത് ഊറ്റിയിട്ട് പിന്നെ നമ്മൾ ചപ്പാത്തി കുറച്ച് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉപ്പിട്ട് കണ്ട് നല്ല തിളച്ച വെള്ളത്തിലാണ് ഞാൻ ഉണ്ടാക്കണത്. നല്ല തിളച്ച വെള്ളം പാർന്ന് കുഴച്ച് കണ്ട് ഉണ്ടാക്കിയാണ്ടല്ലോ ചപ്പാത്തി നല്ലോണം പൊള്ളക്കും. അപ്പോൾ ഏതായാലും മൂപ്പരാക്കാക്ക് 2 മതി പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നോലുമ്പൊക്കെ അല്ലേനോ. അപ്പോൾ പെരച്ചക്ക് തിന്നാൻ വേണ്ടി ഞാൻ 2 കൂടിയും കൂടുതൽ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പം ഇനി പെരച്ചക്ക് ചോറൊന്നും തിന്നാൽ പോകൂല. അപ്പോൾ റംസാൻ മാസത്തിൻ്റെ മാതിരിയല്ലല്ലോ. അത് നമ്മളിങ്ങനെ ഫസ്റ്റ് ദിവസം അങ്ങനെയൊക്കെ റംസാനിൽ പെരച്ചക്ക് വെച്ചുമ്പോൾ നമുക്ക് മാണ്ടി വരില്ല. പിന്നെ അങ്ങനെ ചേലാവുമ്പോൾ പിന്നെ അങ്ങനെ തിന്നു. അപ്പോൾ പിന്നെ 2 മാസമായില്ലേ നോലുമ്പൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ പെലച്ചക്ക് പിന്നെ ചോറ് മാണ്ട എഴുതിയിട്ട് അപ്പോൾ ഞാൻ ഇതിന് 2 ചപ്പാത്തി ഉണ്ടാക്കി. അങ്ങനെ ചപ്പാത്തി കല്ലുമ്മലൊക്കെ നല്ല പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഏറി കഴിഞ്ഞാൽ പിന്നെ ചപ്പാത്തി അത് ഒട്ടലേക്കാരം. കല്ലുമ്മലും ഒട്ടുമ്പോൾ പിന്നെ കുഴലുമ്മലും ഒട്ടും, അങ്ങനെയാണ്. അപ്പോൾ ഞാനെല്ലാ ചപ്പാത്തിയും അങ്ങനെ പരത്തി എടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മളാകൊക്കെ അടിച്ചോരി തുടച്ച് നല്ല വൃത്തിയാക്കിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ രാവിലെ കണ്ട മാതിരിക്കല്ലല്ലോ. അപ്പം പിന്നെ നമ്മൾ 2 പുതിയ കർട്ട വാങ്ങിയിട്ടാണ് കേട്ടോ, പുതിയ 2 കറുപ്പ്. പിന്നെ ഏതായാലും ചട്ടി തീമച്ചിക്കണം കേട്ടോ. നമ്മൾ ചപ്പാത്തി ചൂടാനായിട്ടുള്ള ചട്ടിയാണിത്. അപ്പോൾ അത് ചൂടായിക്കണമെന്നിങ്ങനെ നോക്കിയപ്പം ചൂടായിക്കണേതിങ്ങാണ്ട് ഇട്ടതാണ്. പക്ഷേങ്കിൽ അധികം ചൂടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചപ്പാത്തി ഇപ്പം ഒന്ന് വല്ലാതെ ഒന്നിങ്ങോട്ട് പൊള്ളക്കാതെ ഇങ്ങോട്ട് നിന്നിട്ടോ. ആദ്യത്തെ ഇട്ടപ്പോൾ ശരിയായില്ല. 2ാമത്തെ ചപ്പാത്തി പിന്നെ നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിക്കണേ. നമ്മളെ ചപ്പാത്തി ചുടുമ്പോൾ എന്താ നല്ലോണം ചട്ടി ചൂടാവും വേണം. അതേമാതിരി കുഴക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം പാർന്ന് കുഴച്ച് നല്ലോണം കുഴച്ച് എടുക്കണം. എന്നാലാണ് ചപ്പാത്തി നന്നാവുള്ളൂ. ഏതായാലും ഒരു ചപ്പാത്തി അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ട് അങ്ങനെയാണ് വേവിച്ചെടുത്തിക്കണം കേട്ടോ. പിന്നെ 2ാമത്തെ നോക്കണേ നല്ലോണം ഉസാറായിട്ട് പൊളച്ച് തന്നു കേട്ടോ. അപ്പോൾ ചട്ടി ചൂടാകാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ് ആദ്യത്തേത് അങ്ങനെയായത്. പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ എല്ലാം ചുട്ട് കഴിഞ്ഞ് പിന്നെ നമ്മളെ വാഴക്ക ഇതാക്കണം. പച്ചമുളകും കുറച്ച് ഉപ്പും ഇട്ടുകാണ്ട് കുറച്ച് വെള്ളം പറഞ്ഞുകാണ്ട് തന്നെ തീ വെക്കണം കേട്ടോ. നമ്മളെ നീന്തലായക്കൊക്കെ കുറച്ച് വേവ് കൂടുതലുണ്ട്. അപ്പം അങ്ങനെ ഞാൻ നീന്തലായക്ക തീ വെച്ചു. പിന്നെ 2-3 ഉള്ളിയും കുറച്ച് തക്കാളി എടുത്തുക്കണം കേട്ടോ. അതിൽ 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി പിടിച്ച് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം കടുക് പൊട്ടിച്ചിക്കാണ്ട് വല്ലുള്ളി 2 പച്ചമുളകും ഇട്ടു. എന്നിട്ട് അതൊന്ന് വാടി വന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മളെ വാഴക്ക ഇതാക്കണ് വെന്തിക്കണം കേട്ടോ. പിന്നെ ഞാൻ നമ്മളെ ഉള്ളി വാടിയപ്പം തക്കാളി ഇട്ട് കൊടുത്തു. ഇനി അത് നല്ലോണം വാടിയിട്ട് മുളകും മഞ്ഞളും ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ അത് വെന്തപ്പോൾ ഇതാക്കണേ നമ്മൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അങ്ങനെ ഉള്ളി കൂട്ടാനും റെഡി ആയിക്കണേ. പിന്നെ നമ്മളെ വാഴക്ക കൂട്ടാൻ ഇനി കടയിറക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വാഴക്ക കൂട്ടാൻ കടയിറക്കാനും നിന്ന്. അപ്പോൾ നമ്മളെ മൂപ്പരാക്ക് ഇച്ച് കടയിറക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കടയിർത്തു. പിന്നെ മൂത്തച്ഛൻ്റെ കൊണ്ട് ഒരു ചെറിയ ചക്ക കണ്ടുണ്ടേനി തിന്നീനി. ആ ചക്ക 2 എടുത്തുകാണ്ട് കൂട്ടാനും വെച്ചു. അപ്പോൾ ഇന്നത്തെ അത്രേനേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി പിന്നെ വീതനയൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അപ്പം ഇന്നത്തെ ഇത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ മക്കൾക്ക് പിന്നെ കൂട്ടാൻ എന്താ വെച്ചാൽ പുള്ളി കൂട്ടാനാണ്. അപ്പം ഓർക്ക് മുട്ട കാണാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഓർക്കൊരു മുട്ട തുറന്നിക്കാണ്ട് അത് കുത്തിപ്പാർന്ന ഉള്ളി കൂട്ടാനിൽ അങ്ങനെ ഓർക്ക് കൊടുത്തു കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പം നാളെ പെരുന്നാളൊക്കെ ആണല്ലോ അല്ലേ, ഇൻഷാ അല്ലാഹ്. അപ്പം നാളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ പെരുന്നാൾ ഉണ്ടാകട്ടെ എന്ന് നേർന്നുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഈദ് മുബാറക്ക്.